അമേരിക്കയെ പോലും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ബങ്കർ ബസ്റ്ററുകളുമായി ഇന്ത്യ രംഗത്ത് വരുന്ന ഒന്നാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ പ്രസ്ഥാനമായ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഈ സ്ഥാപനം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ ഗവേഷണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. DRDOയിൽ നിരന്തരമായി പ്രതിരോധ ആയുധ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് അഗ്നി 5 എന്ന ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ. ഏതാണ്ട് 5000 കിലോമീറ്റർ വരെ ഭൂഖണ്ഡങ്ങൾ താണ്ടിപ്പോയി ഈ ബാലിസ്റ്റിക് മിസൈലിനെ തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം ആലോചിക്കുന്നു, ഇത് മിസൈലാണ്. മിസൈൽ ചെന്ന് പതിച്ചാൽ അത് ലക്ഷ്യത്തിൽ കൊണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഒരു ബാലിസ്റ്റിക് മിസൈലിന് കോടികൾ ചെലവുണ്ട്. കൃത്യം ലക്ഷ്യത്തിൽ പോയി പതിക്കുന്നിടത്താണ് ബാലിസ്റ്റിക് മിസൈലുകൾ വിജയിക്കുന്നത്. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിനും അതിന് ശേഷിയുണ്ട് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തെളിയിച്ചതാണ്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിച്ചു. അങ്ങനെ ഏറ്റവും കരുത്തുറ്റ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഈ അഗ്നി 5ന് അണുവായുധ വാഹക ശേഷി പോലുമുണ്ട്. ഇന്ത്യയുടെ അണുവായുധങ്ങൾ അഗ്നി 5ലൂടെയാണ് ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ പ്രയോഗിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ബങ്കർ ബസ്റ്റർ സംവിധാനം ഇന്ത്യക്കോ അമേരിക്കയ്ക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനുമോ ഇല്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്ന സൂചന ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഗ്നി 5ന് പുതിയൊരു വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. പലപ്പോഴും ഒരു ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ രൂപം കൊടുത്താൽ ആ ബാലിസ്റ്റിക് മിസൈലിന് അതിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അഗ്നി 5ന്റെ പുതിയൊരു വേഷൻ രൂപം കൊടുത്തെന്നും അതിന് 2500 കിലോമീറ്റർ വേഗപരിധി മാത്രമേ ഉള്ളൂ എന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് നിലവിലുള്ളതിനേക്കാൾ വേഗപരിധി കുറച്ചു. എന്നാൽ ഈ മിസൈലിന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുപോകാനുള്ള വാഹക ശേഷിയുണ്ട്. ഇത് ലോകത്ത് ആദ്യമായി ഏതെങ്കിലും ഒരു രാജ്യം നേടുന്ന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്ക പ്രത്യേക യുദ്ധവിമാനത്തിലൂടെയാണ് അത് അയക്കുന്നത്. ആ യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. മിസൈലുകൾക്ക് പോയി സ്ഫോടനമുണ്ടാക്കി നാശനഷ്ടം വരുത്താൻ കഴിയുമെങ്കിലും ബങ്കർ ബസ്റ്ററുകളെ മിസൈലുകൾ പ്രവർത്തിക്കാറില്ല. വീഴുന്നിടത്ത് സ്ഫോടനമുണ്ടാവാം, കുഴിയുണ്ടാവാം. എന്നാൽ മീറ്ററുകളോളം താഴോട്ട് പോയി ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിൽ സ്ഫോടനം നടത്തി സർവനാശം വിതയ്ക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയും, മിസൈലുകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജായി അത് തുടരുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ എല്ലാവർക്കുമുണ്ട്, ഇന്ത്യക്കുമുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്നാൽ ബങ്കർ ബസ്റ്റർ വാഹക വിമാന സംവിധാനമില്ല. ആ വിമാനം അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യൻ ഗവേഷകർ ചെയ്തത് വിമാനത്തിന് പകരം മിസൈൽ തന്നെ അതിന്റെ ഭാരം ക്രമീകരിച്ചുകൊണ്ട് വിമാനത്തിന് പകരമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി എന്നതാണ്. മറ്റേത് രാജ്യത്തിനും, അമേരിക്കയുടെ അടക്കം മറ്റേത് രാജ്യത്തിനും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇത്തരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പുതിയ ബാലിസ്റ്റിക് മിസൈലിന് അഗ്നി 5ന്റെ പുതിയ വേഷന് ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ വിമാനം വേണ്ട, നേരെ ഈ മിസൈലുകൾ പോയി വീണാൽ അവിടെ വലിയ ഗർത്തം രൂപപ്പെടുകയും ഭൂമി തുരന്ന് താഴേക്ക് പോയി സ്ഫോടനമുണ്ടാക്കുകയും ചെയ്യാൻ അതിന് ശേഷിയുണ്ട്.